ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ സുഖേനി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് ഇന്നലത്തെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഞ്ഞിപ്പയർ തോനെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് എടുത്തിട്ട് നമ്മൾ സുഖേനി ഉണ്ടാക്കാൻ പോവുകയാണ്. വേവിച്ച കഞ്ഞിപ്പയറാണ് കേട്ടോ. ഇതിലേക്ക് ഞങ്ങൾ വീട്ടിൽ കുറേ അധികം ആളുള്ളതുകൊണ്ട് തന്നെ ശർക്കരയാണ് കേട്ടോ. അത് കുറച്ചധികം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് അതിലേക്ക് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസും കൂട്ടി കൊടുക്കേണ്ടതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. അപ്പോൾ മൈദ ഇങ്ങനെ അരിച്ച് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് 1 കപ്പോളം വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് അധികം ഒരു ബാറ്റർ ആവണ വരെ നമ്മൾ അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ നല്ല രീതിക്ക് തന്നെ അത് മിക്സ് ചെയ്ത് ഈ ഒരു ബാറ്റർ രീതിക്ക് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു ഭാഗത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കഞ്ഞിപ്പയറിലേക്ക് പറഞ്ഞ മാതിരി തന്നെ ജീരകം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങക്കറിയാം, തേങ്ങ ഇപ്പോൾ കിട്ടാത്ത സമയമാണ്. എങ്കിലും തേങ്ങ കിട്ടുന്നവരാണെങ്കിൽ കുറച്ച് തേങ്ങ എടുക്കണം. കാരണം കുറച്ച് തേങ്ങ എടുത്തിട്ട് അത് നമ്മൾ ഈ ഒരു കഞ്ഞിപ്പയറിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഈ കഞ്ഞിപ്പയറിലേക്ക് നമ്മൾ ചെറിയ ജീരകം ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഇട്ടെടുത്തതിന് ശേഷം നമ്മളുടെ ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് അത് മിക്സ് ചെയ്തിട്ട് നോക്കിക്കോ, ഇതേ മാത്രമേ ആക്കിയെടുക്കണം കേട്ടോ. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഇങ്ങനെ ഈ ഒരു പരുവത്തിലാക്കിയെടുക്കണം കേട്ടോ. ഈ പരുവായതിന് ശേഷം ഇതേ മാത്രം നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഉരുളകളാക്കി കൊടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ മാറ്റി വെച്ചൊരു ബാറ്ററി ഉണ്ടല്ലോ, അതിൻ്റെ ആവശ്യം കൂടി ഉണ്ട് കേട്ടോ ഇത് ഇവിടെ. ഞങ്ങൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടതായതുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച ബാറ്ററി ഉണ്ടല്ലോ, അതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ട് അതിങ്ങനെ ഓരോന്നായിട്ടിട്ട് പൊരിക്കുക കേട്ടോ. പൊരിച്ചിട്ട് എടുത്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ സുഖേനി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അറിയുന്നവരാണെങ്കിലും ഒന്ന് ജസ്റ്റ് കണ്ടൊന്ന് നോക്കാം കേട്ടോ. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണണം. അത് മറക്കാതെ കാണണം കേട്ടോ. ഞങ്ങൾ അനിയൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നാളെയാണ് കേട്ടോ നടത്തുന്നത്.